ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകളായ ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് സിന്ധ് ബാങ്ക് എന്നീ ബാങ്കുകളിലെ പ്രൊബേഷൻ ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനി എന്നീ തസ്തികയിലേക്കുള്ള നിയമനത്തിനായി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 5208 ഒഴിവുകളാണുള്ളത്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട തീയതി 1/7/2025 മുതൽ 21/7/2025 വരെയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഓരോ ബാങ്കിലെ വേക്കൻസികളും അത് ഡിവിഷൻ ചെയ്തിരിക്കുന്ന വിധം നോക്കാം. ബാങ്ക് ഓഫ് ബറോഡ, ആദ്യത്തത് ബാങ്ക് ഓഫ് ബറോഡയാണ്. 1000 വേക്കൻസികളാണുള്ളത്. അതിൽ 150 SCക്കും 75 STക്കും, OBCക്ക് 270, EWSന് 100, അൺറിസർവ്ഡിന് 405. അങ്ങനെ ടോട്ടൽ 1000 വേക്കൻസികൾ. PWBDക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് HIക്ക് 10, OCക്ക് 10, VIക്ക് 10, IDക്ക് 10. അടുത്ത ബാങ്ക് ഓഫ് ഇന്ത്യ, 700 വേക്കൻസികളാണുള്ളത്. SCക്ക് 105, STക്ക് 53, OBCക്ക് 189, EWSന് 70, അൺറിസർവ്ഡിന് 283. അങ്ങനെ ടോട്ടൽ 700. PWBDക്ക് HIക്ക് 7, OCക്ക് 7, VIക്ക് 7, IDക്ക് 7. അടുത്ത ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, 1000 ഒഴിവുകളാണുള്ളത്. SCക്ക് 150, STക്ക് 75, OBCക്ക് 270, EWSന് 100, അൺറിസർവ്ഡിന് 405. അങ്ങനെ ടോട്ടൽ 1000. PWBDക്ക് HIക്ക് 10, OCക്ക് 10, VIക്ക് 10, IDക്ക് 10. അടുത്തത് കാനറ ബാങ്ക്, 1000 ഒഴിവുകളാണുള്ളത്. SCക്ക് 150, STക്ക് 50, OBCക്ക് 200, EWSന് 100, അൺറിസർവ്ഡിന് 500. അങ്ങനെ ടോട്ടൽ 1000. PWBDക്ക് HIക്ക് 10, OCക്ക് 10, VIക്ക് 10, IDക്ക് 10. അടുത്തത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, 500 ഒഴിവുകളാണുള്ളത്. SCക്ക് 75, STക്ക് 37, OBCക്ക് 135, EWSന് 50, അൺറിസർവ്ഡിന് 203. അങ്ങനെ ടോട്ടൽ 500. PWBDക്ക് HIക്ക് 5, OCക്ക് 5, VIക്ക് 5, IDക്ക് 5. അടുത്തത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ടോട്ടൽ ഒഴിവ് 450. SCക്ക് 69, STക്ക് 33, OBCക്ക് 121, EWSന് 44, അൺറിസർവ്ഡിന് 183. അങ്ങനെ ടോട്ടൽ 450. PWBDക്ക് HIക്ക് 4, OCക്ക് 5, VIക്ക് 7, IDക്ക് 6. അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്ക്, ടോട്ടൽ ഒഴിവ് 200. SCക്ക് 30, STക്ക് 15, OBCക്ക് 54, EWSന് 20, അൺറിസർവ്ഡിന് 81. അങ്ങനെ ടോട്ടൽ 200 ഒഴിവാണുള്ളത്. PWBDക്ക് HIക്ക് 2, OCക്ക് 2, VIക്ക് 2, IDക്ക് 2. അടുത്തത് പഞ്ചാബ് സിന്ധ് ബാങ്ക് ആണ്. ടോട്ടൽ ഒഴിവ് വരുന്നത് 358. SCക്ക് 53, STക്ക് 27, OBCക്ക് 98, EWSന് 36, അൺറിസർവ്ഡിന് 144. PWBDക്ക് HIക്ക് 16, OCക്ക് 3, VIക്ക് 3, IDക്ക് 11. അങ്ങനെ ടോട്ടൽ 5208 ഒഴിവുകളാണ് ഉള്ളത്. പ്രൊബേഷൻ ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനി ശമ്പള സ്കെയിൽ വരുന്നത് 48,480 രൂപ മുതൽ 85,920 രൂപ വരെ. ഇനി പ്രായപരിധിയെക്കുറിച്ച് നോക്കാം. 1/7/2025 പ്രായപരിധിയുടെ കട്ട് ഓഫ് ഡേറ്റ്. മിനിമം 20 വയസ്സ്, മാക്സിമം 30 വയസ്സ്. അതായത് 2/7/1995 1/7/2005 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇനി ഏജ് റിലാക്സേഷനെ കുറിച്ച് നോക്കാം. SC STക്ക് 5 വർഷവും, OBCക്ക് 3 വർഷവും, PWBDക്ക് 10 വർഷവും, എക്സ് സർവീസ്മാൻമാർക്ക് 5 വർഷവും വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ 21/7/2025 ഫൈനൽ റിസൾട്ട് ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ലഭിക്കുമ്പോൾ ഹെൽത്തി സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ലഭിക്കുന്നതല്ല. ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. SC ST PWBD ഉദ്യോഗാർത്ഥികൾക്ക് 175 രൂപയും മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് 850 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ഫീ സബ്മിറ്റ് ചെയ്യേണ്ടത്.
ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ 2 എക്സാമുകളാണ് വരുന്നത്. ഒന്ന് പ്രിലിമിനറി എക്സാം, അത് ഓഗസ്റ്റ് 2025 അടുത്തത് മെയിൻ എക്സാമാണ്, അത് ഒക്ടോബർ 2025 പ്രിലിമിനറി എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓൺലൈനായിട്ടാണ് എക്സാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് എൻ്റെ സിലബസ് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, 30 ക്വസ്റ്റ്യൻസ്, 30 മാർക്ക്. അതിൻ്റെ മീഡിയം വരുന്നത് ഇംഗ്ലീഷ്, ടൈം ഡ്യൂറേഷൻ വരുന്നത് 20 മിനിറ്റ്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, 35 ക്വസ്റ്റ്യൻസ്, 30 മാർക്ക്, മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. അതിൻ്റെ ടൈം ഡ്യൂറേഷൻ 20 മിനിറ്റ്. അടുത്തത് റീസണിങ് എബിലിറ്റി, 35 ക്വസ്റ്റ്യൻസ് ആണ്, 40 മാർക്കാണ്. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ് അതിൻ്റെ മീഡിയം വരുന്നത്, 20 മിനിറ്റ് ആണ് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്ക്, 60 മിനിറ്റ് ആണ്, അതായത് 1 മണിക്കൂറാണ് അതിൻ്റെ എക്സാം ടൈം ഡ്യൂറേഷൻ. അടുത്തത് മെയിൻ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓൺലൈനായിട്ടാണ് എക്സാം. ഒബ്ജക്റ്റീവ് ടൈപ്പും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും ഉണ്ടാവും. ആദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ സിലബസ് നോക്കാം. ഫസ്റ്റ് വൺ റീസണിങ് ആണ്, 40 ക്വസ്റ്റ്യൻസ് ആണ്, 60 മാർക്കാണ്. അതിൻ്റെ മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ്. ടൈം ഡ്യൂറേഷൻ 50 മിനിറ്റ് ആണ്. അടുത്തത് ജനറൽ എക്കണോമി, ബാങ്കിങ് അവയർനെസ്, ഡിജിറ്റൽ ഫിനാൻഷ്യൽ അവയർനെസ് ഇൻക്ലൂഡിംഗ് RBI സർക്കുലേഴ്സ്. 35 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, 50 മാർക്കാണ്. ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആണ് അതിൻ്റെ മീഡിയം വരുന്നത്, 25 മിനിറ്റ് ആണ് അതിൻ്റെ ഡ്യൂറേഷൻ. അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, 35 ക്വസ്റ്റ്യൻസ് ആണ്, 40 മാർക്കാണ്. മീഡിയം വരുന്നത് ഇംഗ്ലീഷ്, 40 മിനിറ്റ് ആണ് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ. അടുത്തത് ഡേറ്റ അനലൈസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, 35 ക്വസ്റ്റ്യൻസ്, 50 മാർക്ക്. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ് അതിൻ്റെ മീഡിയം, 45 മിനിറ്റ് ആണ് അതിൻ്റെ ഡ്യൂറേഷൻ. അങ്ങനെ ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് 145 ക്വസ്റ്റ്യൻസ് ആണ്, 200 മാർക്ക്, 160 മിനിറ്റ് ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ, അതായത് 2.5 മണിക്കൂർ. അടുത്തത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്, എസ്സേ ആൻഡ് കോംപ്രഹെൻഷൻ ആണ്. 2 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, 25 മാർക്കാണ്. ഇംഗ്ലീഷാണ് മീഡിയം, 30 മിനിറ്റ് ആണ് ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ. അങ്ങനെ മെയിൻ എക്സാം ടോട്ടലായി വരുന്നത് 3 മണിക്കൂറാണ്. ഇനി കേരളത്തിലെ എക്സാം സെന്ററുകളെ കുറിച്ച് നോക്കാം. പ്രിലിമിനറി എക്സാമിൻ്റെ സെന്ററുകൾ ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ. ഇനി മെയിൻ എക്സാമിൻ്റെ സെന്ററുകൾ ആലപ്പുഴ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം, തൃശ്ശൂർ. മെയിൻ എക്സാം പാസ്സാവുന്നവർക്ക് സെലക്ഷൻ പ്രോസസ്സിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഇന്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ്. പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ട്. SC, ST, OBC, മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ട്. അതിന് താല്പര്യമുള്ളവർ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ പ്രീ എക്സാമിനേഷന് താല്പര്യമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അതിൻ്റെ കോളം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് IBPSൻ്റെ വെബ്സൈറ്റായ www.ibps.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപേക്ഷയുടെ കൂടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ, സർട്ടിഫിക്കറ്റുകൾ, SLC സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത് വെബ് ക്യാം ഉള്ള കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ക്യാമറയുള്ള മൊബൈൽ ഫോണിലോ ആയിരിക്കണം. കാരണം ലൈവ് ഫോട്ടോഗ്രാഫ് ആവശ്യമായി വരും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 21/7/2025 ആണ്. അതുപോലെ ഓൺലൈൻ പേയ്മെന്റ് സമർപ്പിക്കേണ്ട അവസാന തീയതി 21/7/2025. പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഓഗസ്റ്റ് 2025 ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെക്കുറിച്ച് പറയാനുള്ളത്. നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് നോട്ടിഫിക്കേഷൻ ആവശ്യമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അയച്ചു തരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ല ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.